ഈ പാവം പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കൾ വെടിയുണ്ടകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഒരു ഗ്ലാസ് കൂടാരത്തിനുള്ളിലാക്കി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വായുവിനോട് അലർജി ആയതിനാൽ അവൾക്കൊരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. എല്ലാ ദിവസവും ഒരു ചെറിയ വാതിലിലൂടെ അവർ അവൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഗ്ലാസിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നാണ് അവർ സംസാരിച്ചിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് തെരുവുകളിലൂടെ കനത്ത പുക പടരാൻ തുടങ്ങി. അത് ശ്വസിക്കുന്നവരൊക്കെ മരണപ്പെട്ടു. ആളുകൾ പരിഭ്രാന്തരായി. പുക അതിവേഗം പടരുകയായിരുന്നു. ഇത് കണ്ട പെൺകുട്ടിയുടെ പിതാവ് വേഗത്തിൽ വീട്ടിലെത്തി. ജനലിൽ നിന്ന് തന്റെ ഭാര്യയെ വലിച്ചു മാറ്റിയ ശേഷം മകളുടെ കൂടുവേഗത്തിൽ പവർ സേവിംഗ് മോഡിലാക്കി. പുക അകത്തേക്ക് കടക്കില്ലെന്നും അവൾ സുരക്ഷിതയായിരിക്കുമെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു. പുക കെട്ടിടം മുഴുവൻ നിറഞ്ഞതോടെ അവർ മുകളിലത്തെ നിലയിലേക്ക് പാഞ്ഞു. ഒരു വൃദ്ധ ദമ്പതികൾ വാതിൽ തുറന്ന് അവരെ അവരുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നാൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നഗരം മുഴുവൻ പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു. അത് ഉടനെങ്ങും മാറുമെന്ന് തോന്നിയില്ല. അമ്മക്കൂടിന്റെ ബാറ്ററി പരിശോധിച്ചപ്പോൾ അത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കില്ലെന്ന് മനസ്സിലായി. മറ്റൊരു വഴിയുമില്ലാതെ ബാറ്ററികൾ മാറ്റാൻ പുകയിലൂടെ പോകാൻ പിതാവ് തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിനത് സാധിക്കുമോ?